ഹലോ ഗൈസ്, അപ്പോൾ ഈജിപ്തിൽ നിന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇവിടെയുള്ള ജോബ് അവസരങ്ങൾ, സാധ്യതകൾ, അതുപോലെ തന്നെ വിസ പ്രൊസീജിയർ, ലിവിങ് എക്സ്പെൻസ്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ്ലി ഇങ്ങോട്ട് വരാനുള്ള വിസ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു മാസത്തെ ഈ വിസ ഉണ്ട്. ജസ്റ്റ് 3000-3500 ആ റേറ്റൊക്കെയാണ് ഈ വിസയ്ക്ക് വരുന്നുള്ളൂ. വിസ അപേക്ഷിച്ചതിന് ഏകദേശം ഒരു 5-10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിസ കയ്യിൽ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഓൺ അറൈവൽ വിസ ഉണ്ട്. എനിക്കൊന്ന് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള നമ്മൾ ഈ വിസ നാട്ടിൽ നിന്ന് എടുത്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏകദേശം നമുക്ക് റിട്ടേണും കൂട്ടിയിട്ട് ഏകദേശം 40 സംതിങ്ങിനൊക്കെ കിട്ടും. അത് നല്ല ടൈം വെച്ച് നോക്കി എടുക്കുകയാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാൻ ഇനിയും സാധ്യത ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഷോമണി ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് കരുതുന്നത് നല്ലതാണ്. ഒരു 50,000 ഒക്കെ കരുതുന്നത് നല്ലതാണ്. ചോദിക്കൽ ഭയങ്കര റെയറാണ്, പക്ഷെ കരുതുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അതുപോലെ തന്നെ ജോബ് അവസരം എന്ന് പറയുമ്പോൾ മിസ്ർ എന്ന് പറയുന്നത് ഒരിക്കലും ജോബിന് പറ്റിയിട്ടുള്ള ഒരു കൺട്രിയേ അല്ല. സാലറി ഭയങ്കര കുറവാണ് ഈ നോർമൽ ജോബിനൊക്കെ കേട്ടോ. ഭയങ്കര ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ കടകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ 4,000 രൂപ, ഏത് 8-9 മണിക്കൂർ പണിയെടുത്താൽ കിട്ടുന്ന റേറ്റാണ്. ഇവിടെ റവന്യൂ ഭയങ്കര കുറവാണ് ഇവിടുത്തെ പണിക്കാർക്ക്. പക്ഷേ ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് സ്പോട്ടാണ്. കാരണം റൂം റെൻറ്റ് കുറവാണ്. അതുപോലെ തന്നെ എംപ്ലോയീസിന് സാലറി കുറച്ച് കൊടുത്താൽ മതി. സാധനങ്ങൾ വിലക്കുറവാണ്. അങ്ങനെ ബിസിനസ്സിന് പറ്റിയിട്ടുള്ള അടിപൊളി പ്ലേസാണ്. പക്ഷേ ജോലിക്ക് വരികയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ബെസ്റ്റ് കൺട്രി. ബിക്കോസ് ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം തന്നെ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ നമുക്ക് ജീവിച്ചു പോകാനൊക്കെ ഭയങ്കര കുറവായിരിക്കും. ഏകദേശം നിങ്ങൾക്ക് ഒരു മാസം 10,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ റൂമും എല്ലാം കഴിച്ച് ബാക്കി സുഖമായിട്ട് ജീവിക്കാവുന്നേ ഉള്ളൂ. പിന്നെ നല്ല കമ്പനിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റാർട്ടിങ് 10-30,000 രൂപ കിട്ടും. നല്ല പ്രൊഫഷണൽ ജോലിയൊക്കെ ആണെങ്കിൽ, നല്ല ലാംഗ്വേജ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ നല്ല സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 30,000 രൂപയൊക്കെ നല്ല ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ അത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കറങ്ങലോടുകൂടെ ചെറിയ ഇൻകത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടാൽ മതി. മാസം നമ്മുടെ നാട്ടിലത്തെ ഒരു 10,000 രൂപയൊക്കെ കിട്ടും. അതോടൊപ്പം തന്നെ ഫുഡും അക്കോമഡേഷനൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബെസ്റ്റാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാനും അതോടൊപ്പം തന്നെ വർക്കും ചെയ്താൽ സുഖമായി ജീവിക്കാനൊക്കെ, കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അത് മതിയാവും. അങ്ങനത്തെ ഉള്ളവർക്ക് അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വളരെ കൂടുതലായിട്ട് കാണുന്ന ജോബാണ് അതുപോലെ തന്നെ ഈ ടാക്സി, ബൈക്ക് ടാക്സി, അതുപോലെ തന്നെ ഡെലിവറി ജോബ്സൊക്കെ പല ബംഗാളികളൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈജിപ്തിൻ്റെ കാലാവസ്ഥ പറയുമ്പോൾ ഇപ്പോൾ നല്ല തണുപ്പുള്ള ടൈമാണ്. മഞ്ഞൊന്നും ഉണ്ടാവില്ലെങ്കിലും നല്ല തണുപ്പാണ്. വെയിലാകുമ്പോൾ നല്ല വെയിലായിരിക്കും, എക്സ്ട്രീം വെയിലായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ തണുപ്പാകുമ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല, നല്ല സുഖമാണ്, അടിപൊളിയായിട്ട് ഇങ്ങനെ. പിന്നെ ഈജിപ്ത് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്കതിനെ ഓൾഡ് കൈറോ, ന്യൂ കൈറോ, അങ്ങനെ 2 പാർട്ടാക്കി തിരിക്കാം. ഓൾഡ് കൈറോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനൊക്കെ ഒന്നും കൂടിയും സുഖമായിരിക്കും. എക്സ്പെൻസ് വളരെ കുറവാണ്. നമ്മളൊരു നോർത്ത് ഇന്ത്യ പോലത്തേക്ക് ഒരു ചെറിയൊരു ഫീലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ന്യൂ കൈറോ എന്ന് പറയുമ്പോൾ ഭയങ്കര വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ. കുറച്ചൊക്കെ ഒരു ദുബായ് പോലത്തെ ചെറിയൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലേസാണ്. ഇനി ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇറ്റ്സ് എ ബെസ്റ്റ് കൺട്രി ഫോർ ടൂറിസം. കാരണം ഒരുപാട് പുരാതനമായിട്ടുള്ള കാലം മുതലേ ഉള്ള കൾച്ചർ, ദുനിയ എന്നാണ് മിസ്റിനെ പറയപ്പെടുന്നത്. കാരണം അത്രത്തോളം സാംസ്കാരികമായിട്ട് അത്രത്തോളം പഴക്കം കാര്യങ്ങളൊക്കെ ഉള്ള കൺട്രിയാണ്. ഒരുപാട് കൾച്ചറലായിട്ടും പുതിയതായിട്ടൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് പ്ലേസാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു 10 ദിവസത്തിനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ മാക്സിമം സ്ഥലങ്ങളും സ്പോട്ടുകളൊക്കെ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾ ലോ ബഡ്ജറ്റ് ആണ് നിങ്ങളുടെ ട്രിപ്പെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഓപ്ഷനുണ്ട് ഈ ഒരു ഈജിപ്ത് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഒരുപാട് കൾച്ചറും ഒക്കെ കണ്ട് ഒരു ഭയങ്കര സെറ്റായിട്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അതിന് വേണ്ടവരൊക്കെ എന്താവാം, കോണ്ടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ റിക്വയർഡാക്കി തരും. അപ്പോൾ ഇനി ഈജിപ്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ ഗായ്സ്, ഈജിപ്ത് വിശേഷങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഫോളോ ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ.